നമസ്കാരം കൂട്ടുകാരെ, PSC കരിയേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ പുതിയ ന്യൂ SSCRTയിലെ 10ാം ക്ലാസ് ബയോളജിയിലെ ഒന്നാമത്തെ ചാപ്റ്ററായ ജീവന്റെ ജനിതകമാണ് പഠിക്കാൻ പോകുന്നത്. PSC പരീക്ഷയിൽ സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരുന്ന ഒരു പ്രധാന ടോപ്പിക്കാണിത്. DNA, RNA, ക്രോമസോം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ജനിതകശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ജനിതകശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ഗ്രിഗർ ജൊഹാൻ മെൻഡൽ ആണ് ജനിതകശാസ്ത്രത്തിന്റെ പിതാവ്. പയറു ചെടിയിലെ പരീക്ഷണം നടത്തിയാണ് അദ്ദേഹം പാരമ്പര്യ നിയമങ്ങൾ കണ്ടെത്തിയത്. ജനിതകശാസ്ത്രം എന്തിനെക്കുറിച്ച് പഠിക്കുന്ന പഠനമാണ്? എന്താണ്? ജീനുകൾ, പാരമ്പര്യം, വ്യതിയാനം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ഒരു പഠനശാഖയാണ് ജനിതകശാസ്ത്രം. അതായത് മാതാപിതാക്കളിൽ നിന്ന് മക്കളിലേക്ക് എങ്ങനെയാണ് സ്വഭാവങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത് എന്നതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് ഈ ജനിതകശാസ്ത്രം എന്നത്. DNA-യുടെ പൂർണ്ണരൂപം എന്താണ്? DNA-യുടെ പൂർണ്ണരൂപം എന്താണ്? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ് DNA. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. അതായത് ജീവികളുടെ പാരമ്പര്യ വിവരങ്ങൾ സൂക്ഷിക്കുകയും തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു തന്മാത്രയാണ് DNA എന്നത്. ഓക്കെ, DNA-യുടെ പൂർണ്ണരൂപം എന്താണ്? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നതാണ്. RNA-യുടെ പൂർണ്ണരൂപം എന്താണ്? RNA-യുടെ പൂർണ്ണരൂപം എന്താണ്? റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നതാണ് RNA. കോശങ്ങളിൽ പ്രോട്ടീൻ നിർമ്മാണത്തിന് സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു തന്മാത്രയാണ് RNA എന്നത്. ജീവികളുടെ പാരമ്പര്യ വിവരങ്ങളുടെ വാഹക തന്മാത്ര ഏതാണ്? ജീവികളുടെ പാരമ്പര്യ വിവരങ്ങളുടെ വാഹക തന്മാത്ര ഏതാണ്? DNA ആണ് കേട്ടോ. അതായത് മാതാപിതാക്കളിൽ നിന്ന് മക്കളിലേക്ക് സ്വഭാവങ്ങൾ കൈമാറുന്നത് ഏത് വഴിയാണ്? DNA വഴിയാണ്. DNA-യുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം ഏതാണ്? നിർമ്മാണ ഘടകം? DNA-യുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം ഏതാണ്? ന്യൂക്ലിയോടൈഡ് ആണ് അടിസ്ഥാന ഘടകം. ഫോസ്ഫേറ്റും പഞ്ചസാര, നൈട്രജൻ ബേസ് ഇവ ചേർന്നാണ് എന്തുണ്ടാവുന്നത്? ഈ ന്യൂക്ലിയോടൈഡ് ഉണ്ടാവുന്നത്. അപ്പോൾ DNA-യുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം ഏതാണ്? ന്യൂക്ലിയോടൈഡ് ആണ്. ന്യൂക്ലിയോടൈഡിൽ ഉൾപ്പെടാത്ത ഘടകം ഏതാണ്? ഇപ്പോൾ നമ്മൾ പറഞ്ഞു ന്യൂക്ലിയോടൈഡിൽ ഏതെല്ലാം ഉണ്ടെന്ന്. അപ്പോൾ ഇല്ലാത്ത ഘടകം ഏതാണ്? അമിനോ ആസിഡ് ആണല്ലേ. ന്യൂക്ലിയോടൈഡിൽ അമിനോ ആസിഡ് ഇല്ല. ഫോസ്ഫേറ്റും പഞ്ചസാര, നൈട്രജൻ ബേസ് ഇവയാണ് ഈ ന്യൂക്ലിയോടൈഡിൽ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ DNA-യിലെ നൈട്രജൻ ബേസിൽ ഇല്ലാത്തത് ഏതാണ്? DNA-യിലെ നൈട്രജൻ ബേസുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? യുറാസിൻ എന്നത് DNA-യിൽ കാണപ്പെടുന്നില്ല. ഏതെല്ലാം ഉണ്ട്? അഡിനിൻ ഉണ്ട്, തൈമീൻ, ഗുവാനിൻ, സൈറ്റോസിൻ ഇവയാണ് DNA-യിലെ നൈട്രജൻ ബേസുകൾ. ഏതെല്ലാമാണ്? അഡിനിൻ, ഗുവാനിൻ, തൈമീൻ, സൈറ്റോസിൻ ഇവയാണ്. RNA-യിൽ കാണപ്പെടുന്ന പ്രത്യേക നൈട്രജൻ ബേസ് ഏതാണ്? RNA-യിൽ കാണപ്പെടുന്ന പ്രത്യേക നൈട്രജൻ ബേസിൽ ചുവടെ കൊടുത്തതിൽ ഏതാണത്? യുറാസിലാണല്ലേ. യുറാസിലാണ്. DNA-യിലെ തൈമീന് പകരമായിട്ടാണ് RNA-യിൽ എന്ത് കാണപ്പെടുന്നത്? യുറാസിൽ കാണപ്പെടുന്നത്. ഓക്കെ, DNA-യിൽ തൈമീന് പകരം കാണപ്പെടുന്നതാണ് യുറാസിൽ RNA-യിൽ. DNA-യിലെ അഡിനിൻ ജോഡി ചേരുന്നത് ഏതിനോടാണ്? DNA-യിലെ അഡിനിൻ ജോഡി ചേരുന്നത് ഏതിനോടാണ്? അഡിനിൻ എപ്പോഴും തൈമീനോടാണ് ചേരുന്നത്. DNA-യിലെ ഗുവാനിൻ ജോഡി ചേരുന്നത് ഏതിനോടാണ്? DNA-യിലെ ഗുവാനിൻ കാണപ്പെടുന്നുണ്ട്. അത് ജോഡി ചേരുന്നത് ഏതിനോടാണ്? ഗുവാനിൻ എപ്പോഴും ചേരുന്നത് ഏതിനോടാണ്? സൈറ്റോസിനോടാണ് ഗുവാനിൻ ചേർന്ന് നിൽക്കുക. അപ്പോൾ DNA-യുടെ ആകൃതി ഏതാണ്? DNA-യുടെ ആകൃതി DNA-യുടെ ആകൃതി അറിയാമോ? ഇരട്ട സർക്കിൾ ആകൃതി, അതായത് ഡബിൾ ഹെലിക്സ് മാതൃകയാണ് DNA-യുടെ. ഒരു ചുറ്റുവടി പോലെ കാണപ്പെടുന്ന, വളഞ്ഞ ഗോവണി പോലെ കാണപ്പെടുന്നതാണ് DNA എന്നത്. ഓക്കെ, DNA-യുടെ ഡബിൾ ഹെലിക്സ് ഘടന കണ്ടെത്തിയത് ആരാണ്? DNA-യുടെ ഇത്തരത്തില് ഗോവണിക് മാതൃക ഡബിൾ ഹെലിക്സ് കൊണ്ടുവന്നത് ആരാണ് കണ്ടെത്തിയത്? ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കുമാണ് അല്ലെ. ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും ചേർന്നാണ് DNA-യുടെ ഡബിൾ ഹെലിക്സ് ഘടന അവതരിപ്പിച്ചത്. ഈ കണ്ടെത്തൽ ആധുനിക ജനിതകശാസ്ത്രത്തിൽ ഒരു നാഴികക്കല്ലായിട്ട് കണ്ടെത്തപ്പെടുന്നുണ്ട്. ക്രോമസോമിന്റെ പ്രധാന ഘടകങ്ങൾ എന്തെല്ലാമാണ്? ക്രോമസോമിന്റെ പ്രധാന ഘടകം എന്താണ്? DNA-യും ഹിസ്റ്റോൺ പ്രോട്ടീനുകളുമാണ്. DNA ഹിസ്റ്റോൺ പ്രോട്ടീനുകൾക്ക് ചുറ്റും വലയം ചെയ്ത് രൂപപ്പെടുന്ന ഘടന ഏതാണ്? DNA ഹിസ്റ്റോൺ പ്രോട്ടീനുകൾക്ക് ചുറ്റും വലയം ചെയ്ത് രൂപപ്പെടുന്ന ഘടന ഏതാണത്? അത് ന്യൂക്ലിയോസോം ആണ്. ന്യൂക്ലിയോസോം എന്നാണ് ഈ ഘടന അറിയപ്പെടുന്നത്. അതായത് DNA ക്രമമായി പൊതിഞ്ഞ് സൂക്ഷിക്കാൻ ന്യൂക്ലിയോസോം സഹായിക്കുന്നുണ്ട്. മനുഷ്യരിൽ ആകെ എത്ര ക്രോമസോം ഉണ്ട്? മനുഷ്യരിലാകെ 46 ക്രോമസോം ഉണ്ട്. അത് എത്ര ജോഡിയാണ്? 23 ജോഡിയായിട്ടാണ് മനുഷ്യരിലെ ക്രോമസോമുകൾ കാണപ്പെടുന്നത്. 46 എണ്ണമാണ് അല്ലെ.
മനുഷ്യരിൽ എത്ര ജോഡി ക്രോമസോം ഉണ്ട്? നമ്മളിപ്പോ പറഞ്ഞു എത്ര ജോഡി ക്രോമസോം ആണ് മനുഷ്യരിലുള്ളത്? ശരിയാണ്, 23 ജോഡി ക്രോമസോം ഉണ്ട് അല്ലെ? 23 ജോഡി ക്രോമസോം ഉണ്ട്. അതിൽ 22 ജോഡി ഓട്ടോസോമുകളും ഒരു ജോഡി ലിംഗ ക്രോമസോമുമാണ്. എന്താണ്? 22 ജോഡി ഓട്ടോസോമും ഒരു ജോഡി ലിംഗ ക്രോമസോമുമാണ്. മനുഷ്യരിൽ എത്ര ജോഡി ഓട്ടോസോം ഉണ്ട്? എത്രയാണ്? നമ്മളിപ്പോ പറഞ്ഞു അല്ലെ, 22 ജോഡി ഓട്ടോസോം ഉണ്ട് അല്ലെ? ശരീരത്തിലെ സാധാരണ സ്വഭാവങ്ങൾ നിർണ്ണയിക്കുന്നത് ആരാണ്? ഈ ഓട്ടോസോമുകളാണ്. അപ്പോൾ ഓട്ടോസോമുകൾ 22 ജോഡി ഉണ്ട്. ഓക്കെ. മനുഷ്യന്റെ ലിംഗനിർണയ ക്രോമസോമുകൾ ഏതെല്ലാമാണ്? മനുഷ്യന്റെ ലിംഗം നിർണ്ണയിക്കുന്ന ക്രോമോസോം ഏതാണ്? XY ക്രോമോസോം ആണ്. XY ക്രോമോസോം ആണ് മനുഷ്യന്റെ ലിംഗനിർണ്ണയം നടത്തുന്നത്. സ്ത്രീകളിൽ XXും പുരുഷന്മാരിൽ XYയും ആണ് കാണപ്പെടുന്നത് കേട്ടോ. സ്ത്രീകളുടെ ക്രോമസോമിന്റെ ഘടന എന്താണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, സ്ത്രീകളുടെ ക്രോമസോം ഘടന 44+XX ആണ്. XX എന്നാണ്. അതായത് 44 ഓട്ടോസോമുകളും 2 X ലിംഗ ക്രോമസോമുകളുമാണ് സ്ത്രീകളുടെ ക്രോമസോമിൽ കാണപ്പെടുന്നത്. ലിംഗനിർണയത്തിന് ഉത്തരവാദികളായിട്ടുള്ള ക്രോമസോം ഏതാണ്? ലിംഗം നിർണ്ണയിക്കാൻ ഉത്തരവാദികളായിട്ടുള്ള ക്രോമസോം ഏതാണ്? ഉത്തരവാദികളായിട്ടുള്ള ക്രോമസോം ഏതാണ്? അതായത് മനുഷ്യന്റെ ലിംഗനിർണയത്തിന് ഉത്തരവാദികളായിട്ടുള്ള ക്രോമസോം ഏതാണ്? പുരുഷന്മാരുടെ ലിംഗ ഉത്തരവാദികളാണ്. XY എന്നീ 2 വ്യത്യസ്ത ലിംഗ ക്രോമസോമുകൾ ഉള്ളതുകൊണ്ടാണ് പുരുഷന്മാരിൽ ലിംഗനിർണയം നടക്കുന്നത്. മനുഷ്യരിലെ പുരുഷന്മാരുടെ ക്രോമസോം ഘടന എന്താണ്? മനുഷ്യന്റെ ക്രോമസോമിലെ പുരുഷന്മാരുടെ ഘടന എന്താണ്? പുരുഷന്മാരുടെ ക്രോമസോം ഘടന 44+XY എന്നതാണ്. ഓക്കെ. സ്ത്രീ പുരുഷ ലിംഗനിർണയത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന ജീൻ ഏതാണ്? SRY ജീനുകളാണ് ലിംഗനിർണയത്തിൽ പങ്കുവഹിക്കുന്നത്. ഏത് ജീനാണ്? SRY ജീനുകളാണ്. ഈ ജീന് ഭ്രൂണത്തിലെ പുരുഷലിംഗ വികസനം ആരംഭിക്കാൻ സഹായിക്കുന്നുണ്ട്. ഓക്കെ. SRY ജീൻ എവിടെയാണ് സ്ഥിതി ചെയ്യുക? SRY ജീൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? Y ക്രോമസോമിലാണ് സ്ഥിതി ചെയ്യുക. പുരുഷന്മാരുടെ Y ക്രോമസോമിലാണ് SRY ജീൻ ഉള്ളത്. ഇത് ടെസ്റ്റിസിന്റെ വികസനത്തിന് കാരണമാക്കുന്നുണ്ട്. X ക്രോമസോമിനെ അപേക്ഷിച്ച് വലിപ്പം കുറവായിട്ടുള്ള ക്രോമസോം ഏതാണ്? Xനെ അപേക്ഷിച്ച് വലിപ്പം കുറഞ്ഞത് ഏതാണ്? Y ക്രോമസോം ആണ് കേട്ടോ. Y ക്രോമസോം ആണ് X ക്രോമസോമിനെ അപേക്ഷിച്ചിട്ട് വലിപ്പം ചെറുതുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ടത് SRY ജീൻ അടങ്ങിയിരിക്കുന്നു. ഓക്കെ. RNAയുടെ പ്രധാനപ്പെട്ട ധർമ്മം എന്താണ്? RNAയുടെ പ്രധാന ധർമ്മം? പ്രോട്ടീൻ നിർമ്മാണത്തിൽ സഹായിക്കുന്നതല്ലേ RNAയുടെ ധർമ്മം? പ്രോട്ടീൻ നിർമ്മാണത്തിൽ സഹായിക്കുന്നുണ്ട്. DNA സന്ദേശം കോശത്തിലേക്ക് റൈബോസോമിലേക്ക് എത്തിച്ചിട്ട് പ്രോട്ടീൻ ഉണ്ടാക്കാൻ സഹായിക്കുന്നത് ആരാണ്? RNA ആണ്. എന്താണ് mRNA? mRNA എന്താണെന്നറിയോ? മെസ്സഞ്ചർ റൈബോന്യൂക്ലിക് ആസിഡ് ആണ് mRNA. എന്താണ്? മെസ്സഞ്ചർ റൈബോന്യൂക്ലിക് ആസിഡ് ആണ്. DNAയിലുള്ള ജനിതക സന്ദേശം റൈബോസോമിലേക്ക് എത്തിക്കുന്നത് ആരാണ്? mRNA ആണ്. ഡിഎൻഎയിലെ സന്ദേശം റൈബോസോമിലേക്ക് എത്തിക്കുന്ന RNA ഏതാണ്? mRNA ആണ് അല്ലെ? മെസ്സഞ്ചർ RNA ആണ്. DNAയിലെ ജനിതക സന്ദേശം റൈബോസോമിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇത് പ്രോട്ടീൻ നിർമ്മാണത്തിനായിട്ട് ആവശ്യമായ വിവരങ്ങൾ കൊടുക്കുന്നത് ആരാണ്? mRNA തന്നെയാണ്. ഇനി ധാരാളം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇതിലുണ്ട്. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.